മുതലപ്പൊഴി മൂടിയതോടുകൂടി കായലിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. നേരത്തെ കുറച്ചുനാൾ മുമ്പ് വരെ ഈ കാണുന്ന സ്ഥലമെല്ലാം മത്സ്യത്തൊഴിലാളികൾ അവരുടെ വല നെയ്യുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലും ഒപ്പം തന്നെ പൊഴി മൂടിയത് കാരണം കായലിൽ ഉണ്ടായ ആ ഒരു ജലനിരപ്പിന്റെ വർധനയിലുമാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലമെല്ലാം വെള്ളം മൂടിയ അവസ്ഥയിലാണ്. ഏതാണ്ട് 18 കുടുംബങ്ങൾ ഈ കായലോരത്ത് താമസിക്കുന്നുണ്ട്. ആ ഒഴുകുന്നത് കായലാണ്. അതിനോട് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു സ്ഥിതിയുണ്ട്. ഇത് കണ്ട, ഇത് കാണുന്നത് ഞാൻ മീൻ വളർത്തുന്ന സ്ഥലമാണ്. മൊത്തം കംപ്ലീറ്റ് മീൻ ഇറങ്ങിപ്പോയി. ഇതിലെന്താണ് നമുക്ക് നേട്ടം കൊയ്യാനുള്ളത്? എന്തുണ്ട്? ഒന്നുമില്ല. ഇതെല്ലാം ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നതും കംപ്ലീറ്റ് ഞങ്ങൾ വല വെച്ച് അടയ്ക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കാണുന്ന എല്ലാവരും ഈ വേസ്റ്റ്മെന്റ് തട ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ടതാ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. 6.5 അടി താഴ്ചയിലാണ് ഇതിപ്പോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അന്നേരം കഴിഞ്ഞ ആഴ്ചയിൽ തോണ്ടിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പൊ ഇത്രയും വെള്ളം കയറിയത്. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മുതലപ്പൊഴി അവിടെ മണ്ണ് അടഞ്ഞു കിടക്കുന്നതിന്റെ ഇതാണ്. ഇതിപ്പോ ഇതിനു വേണ്ടി 4 വള്ളക്കാർക്ക് വേണ്ടി ഈ 8 പഞ്ചായത്തിന്റെ ഇത് തുറക്കാതിരിക്കണമെങ്കിൽ 8 പഞ്ചായത്തിലും വെള്ളം കയറും. 8 പഞ്ചായത്തിന്റെ വെള്ളവും പോകുന്നത് നമ്മുടെ മുതലപ്പൊഴിയിൽ കൂടെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട കലക്ടർ ഇത് നടപടിയെടുക്കണം. ഞങ്ങൾ എവിടെ വിളിച്ചാലും കലക്ടർ വിളിച്ചാൽ ഞങ്ങൾ വരും. പൊഴിയിലെ മണൽ നീക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇതാണ്. അല്ലാതെ ഇത് കേന്ദ്രത്തിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 2 ദിവസം കൂടെ മഴ നിന്ന ഞങ്ങൾക്കാണെങ്കിൽ പ്രശ്നമില്ലെന്ന് പറയാം. ഇവിടെ പാവപ്പെട്ടതാണ്ട് ഇവരെ അമ്മമാരൊക്കെ കായലരുവൊക്കെ താമസിക്കുന്ന 18 വീടുണ്ട്. ഇവർ കഞ്ഞി വയ്ക്കാൻ പോലും ഗതിയില്ലാതൊക്കെ ജീവിക്കുന്നവരാ. ഇവരുടെ സ്ഥിതിയാണ് നോക്കുന്നത്. അമ്മ, എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? 15 കൊല്ലമായി ഞാൻ വീട് വെച്ചിട്ട് അതിന് ശേഷം ഒരു വെള്ളം വീട്ടിനകത്ത് കയറി സ്കൂളിൽ പോയി പൊടി മക്കളെയും കൊണ്ട്. ഇപ്പൊ പൊഴി അഴിയായ അന്നേ വലിയ കുഴപ്പമില്ലാതെ പോണ്. ഇപ്പൊ വീണ്ടും ഇങ്ങനെ വന്ന് നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പൊഴി മുറിച്ചില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ. ഉപജീവന മാർഗമാണ്, അത് തകർക്കരുത്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ കായലോരത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവിതം കൂടി മനസ്സിലാക്കണം. അതിന് പരിഹാരം ഉണ്ടായേ തീരൂ. രതീഷ് വൺപാകലിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.